ഞാനിപ്പം കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ ഞാനിപ്പോൾ അടുത്ത കാലത്ത് എഴുതി. അത് മറ്റു തരത്തിലുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾ പിന്നെ തേനിയിലാണ് ആ കഥാപാത്രം താമസിക്കുന്നത്. ഉം. അയാൾ വിഭജിച്ചു പോയ AIADMKയെ യോജിപ്പിക്കാനായി ശ്രമിക്കുന്ന അവരുടെ അവരുടെ അത് തരത്തിൽ നടക്കുന്ന ഒരു മലയാളിയായ ഒരു യുവാവാണെന്ന് ഇരിക്കട്ടെ. ഉം. നമ്മൾ ഈ തമിഴ് പൊളിറ്റിക്സ് മൊത്തം നമ്മൾ പഠിക്കണ്ടേ? പഠിക്കണം. തേനിയിലുള്ള ഇത് മൊത്തം നമ്മൾ പഠിക്കണ്ടേ? പഠിക്കുന്നത് മാത്രമല്ല, അതിൻ്റെ അകത്തുള്ള അതിലെ മനുഷ്യർ എങ്ങനെ ഇടപെട്ടു എന്ന് പഠിക്കണം. എങ്കിലല്ലേ നമ്മൾ മനുഷ്യരെ അവതരിപ്പിക്കാൻ പറ്റുന്നത്. അല്ല നമ്മൾ മറ്റേ ഇതുകൊണ്ടൊക്കെയുള്ള പുസ്തകം വായിച്ചിട്ട് AIADMKയുടെ ചരിത്രം, തമിഴ് ചരിത്രം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിൽ ഓരോ തവണയും ഓരോ മനുഷ്യരെങ്ങനെ ഇടപെട്ടു, അവരെങ്ങനെ മുകളിലേക്ക് കയറി, അവരെങ്ങനെ താഴ്ന്ന് തകർന്നു വീണുപോയി എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ നിന്ന് നമുക്കൊരു സിദ്ധാന്തം കിട്ടിയാലേ ഈ ക്യാരക്ടറിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ഉറപ്പ് കിട്ടത്തുള്ളൂ. ഇത് കിട്ടി നമ്മൾ ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആവും. നമ്മളാണ് സ്ട്രോങ് ആവുന്നത്. ക്യാരക്ടർ സ്ട്രോങ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആവുക എന്നുള്ളത്. പിന്നെ അയാളെ വെച്ച് നമുക്ക് എഴുതി പിടിപ്പിക്കാൻ നമുക്ക് വിഷമമില്ല.